ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ തൊണ്ട ഒന്ന് അടഞ്ഞുകൊണ്ട് ശബ്ദത്തിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. എന്തൊരു കിടില ഒരു ഐറ്റമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് ചിക്കൻ കൊണ്ടാട്ടം. ഇതാണ് സാധനം, ചിക്കൻ കൊണ്ടാട്ടം. നമുക്ക് ഇവനെ അടിപൊളിയായിട്ട് നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമുള്ള സാധനമാണ് ചിക്കൻ കൊണ്ടാട്ടം. അതുകൊണ്ട് നമുക്ക് ഇവനെ വെട്ടി പീസാക്കിക്കൊണ്ട് വരാം. അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റൊരു ബെല്ലൂടെ അടിച്ചേക്കണേ. ഇവനെ നമുക്ക് ചെറിയ പീസായിട്ട് നമുക്ക് പീസാക്കി എടുക്കാം. വലിയ പീസാക്കണ്ട, ചെറിയ പീസായിട്ട് മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് ചെറിയ പീസാക്കി എടുക്കുന്നത്. ഇവനെ പീസാക്കി കഴിച്ച് ഇവനെ നമുക്ക് കഴുകിയെടുക്കാം. നല്ലപോലെ 3-4 പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കാം. നമ്മൾ ലാസ്റ്റ് കഴുക്കും കഴിഞ്ഞു. പിന്നെ വാലാനായിട്ട് നമുക്ക് വെക്കാം. ആദ്യം നമുക്ക് ചിക്കൻ വറക്കാനായിട്ടുള്ള മസാല നമുക്ക് വരട്ടി വെക്കാം. ആദ്യം നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, ഗരം മസാല ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക, മുളക് പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ്, അത് നമുക്ക് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. 2 നാരങ്ങയുടെ പിഴിഞ്ഞാണ്, അതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുക. മൈദാപ്പൊടിയാണ്, ഇത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. നമുക്ക് കളറുണ്ട്, ശകലം ഫുഡ് കളർ എന്ന് പറയും. ഇതിന് ഇച്ചിരി കളർ വേണം, നല്ലൊരു ഷോ ഉള്ളൂ. അതും കൂടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് ഉപ്പും പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കുക. മസാല പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് സവോളയൊക്കെ അരിഞ്ഞു കൊടുക്കാം. ആദ്യം നമുക്ക് സവോള നമുക്ക് ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞു കൊടുക്കാം. നമുക്ക് സവോള മാത്രമേ ഉള്ളൂ അരിയാനായിട്ട്. സവോളയും നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ വറക്കാനായിട്ട് പോവാം. ചിക്കൻ വറക്കാനായിട്ട് നമുക്ക് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്, ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ചിക്കൻ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇത് അകത്തി ഇട്ട് കൊടുക്കണം, അല്ലെ ഇത് പിടിക്കുന്നതിനാണ്. ഇങ്ങനെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് തൂത്തിട്ടുണ്ട്, മറിച്ചിട്ട് കൊടുക്കുക. എൻ്റെ അമ്മമ്പോ സൂപ്പർ മണം. ഇങ്ങനെ നമുക്ക് കോരി എടുത്തേക്കാം. മൂത്തിട്ടുണ്ട്, കൊതി വീഴുന്നത് കണ്ടിട്ട് തന്നെ സൂപ്പർ മണം. ഇത് നമുക്ക് ഇതിനെല്ലാം വറുത്തതിന് ശേഷം നമുക്ക് കാണാം. കുറച്ച് വറക്കാറുണ്ട്, സമയമെടുക്കും. നമ്മൾ ചിക്കനും വറുത്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റപ്പിലേക്ക് നമുക്ക് പോകാം. സവോള വഴുത്താനായിട്ട് നമ്മൾ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയാണെങ്കിൽ ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കും. ചിക്കൻ വറുത്ത എണ്ണ ഒഴിച്ച് എന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. അടുത്ത് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്തോട്ട്. ഇളക്കി കൊടുക്കും വഴലാൻ വേണ്ടി. സവോള ഒന്ന് പകുതി ഒന്ന് വഴന്നിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇത് നല്ലപോലെ ഒന്ന് പച്ചിപ്പൊന്ന് മാറാനായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചുമന്ന മുളക്
ചതച്ച് വെച്ചതാണ്. അത് 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കും. 6 പത്തലമുളകുണ്ട്, അതും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. ആവശ്യത്തിനുള്ള കരിവേപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തേക്കാം. ഗരം മസാല 1 ടീസ്പൂണ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്. നമ്മുടെ ഇത് സ്പെഷ്യലായിട്ട് ഒരു ഐറ്റം ഉണ്ട്, ചെറിയ ജീരകം. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയാണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നത്. ഇത് മണവും ഒക്കെ കിട്ടും. നല്ലപോലെ ഒന്ന് വഴത്തിയെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ അകത്തോട്ട്. നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്തേക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മസാലയൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് പിടിക്കാൻ വേണ്ടി വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണം, സൂപ്പർ മണം. എൻ്റെ അമ്പമ്പോ കൊതി വരുന്നു. ലാസ്റ്റ് നമ്മൾ ഡെക്കറേഷന് വേണ്ടി നമ്മൾ മുളക് ചതച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തേക്കാം അതിൻ്റെ അകത്തോട്ട്. 10 മിനിറ്റ് ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ, ചിക്കനുമായിട്ടുള്ള മസാലയൊക്കെ പിടിക്കട്ടെ. 10 മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിക്കണേ. ഈ തൊണ്ടയുടെ പ്രോബ്ലം കൊണ്ടാണ് ശബ്ദത്തിന് ഇച്ചിരി പതർച്ച വന്നത്. ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂട് പൊറോട്ട കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പർ ഐറ്റം. ഇവരെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. വറുത്ത് നല്ല മുരിഞ്ഞ നല്ല ഇതായിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എൻ്റെ അമ്മമ്പോ സൂപ്പർ ഐറ്റം, കിടിലൻ. മസാലയും ആ സോസിൻ്റെയൊക്കെ ഫ്ലേവർ വന്നപ്പോഴത്തേന് അടിച്ചു പൊളിച്ചു. എനിക്ക് പറയാൻ വാക്കുകളില്ല. അപ്പോൾ പൊറോട്ട ആണ്, ചൂട് പൊറോട്ട ഉണ്ട്. അതിൻ്റെ കൂടെ കൂടെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഗ്രേവിയും ഒരു മുളകും കൂടെ വെച്ച് കഴിച്ചു നോക്കാം. രസമാണ്. എൻ്റെ അമ്പമ്പോ അടിച്ചു പൊളിച്ചു. ആ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാൽ ചിക്കൻ കൊണ്ടാട്ടമെന്ന് പറയാൻ സൂപ്പർ ഐറ്റമാണ്. നിങ്ങളൊക്കെ ഇത് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ടാറ്റ ബൈ ബൈ.